ഹായ് ഗായ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ സ്റ്റോറി. ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഞങ്ങളുടെ സ്കൂളിലെ ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ SA1 എക്സാം ഏകദേശം തീരാറായി. ആൻഡ് ഇന്ന് എൻ്റെ എക്സാം ആയിരുന്നു IIT ബയോളജി. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്, ലൈക്ക് IIT ബയോളജി. 10 ക്ലാസ്സിൻ്റെ 10 ബണ്ടിൽ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കവർ നിറച്ച് പേപ്പറാണ്. ഒരു ബണ്ടില് 2 ബണ്ടില് 3 4 ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബണ്ടിൽസ് ഓഫ് പേപ്പർ കറക്ഷൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കറക്ഷനാണ്. ലൈക്ക് ഈ സ്കൂളിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിയർ ടു 45-50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആൻഡ് ഹാഫ് ഇയർലി ആയിട്ട് 50 മാർക്ക് എക്സാം, അതും 5 ദിവസത്തിൽ എനിക്ക് കറക്ഷൻ ചെയ്ത് തീർക്കണം. ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഫിനിഷ്. ആൻഡ് ടീച്ചിങ്ങിൽ ഏറ്റവും ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളൊരു ജോബാണ് കറക്ഷൻ, നോട്ട്ബുക്ക് കറക്ഷനും അതുപോലെ പേപ്പർ കറക്ഷനും. ലൈക്ക് എസ്പെഷ്യലി ഇതുപോലെ സ്ട്രെങ്ത് ഒരുപാട് കൂടുതലുള്ളപ്പോൾ. ഐ നോ ദർ ആർ ഡിഫറെൻറ്റ് പ്രൈവറ്റ് സ്കൂൾ, അവിടുത്തെ സ്ട്രെങ്ത് വളരെ കുറവുള്ളത്, പക്ഷേ ഒരുപാട് സ്കൂളുകളുണ്ട് അവിടെ സ്ട്രെങ്ത് ഒരുപാടുള്ളത്. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റിൽ കറക്ഷൻ ചെയ്ത് തീർക്കാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ അതൊരു ഭയങ്കര വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് പിള്ളേരുടെ പ്രസൻറ്റേഷൻ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കറക്ഷൻ്റെ രീതിയാണെങ്കിലും എല്ലാം വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് ഇന്നത്തെ വിശേഷം. ലൈക്ക് ഇനി ഒരു 5 ദിവസം ഇതിൻ്റെ പുറകിൽ തന്നെ ഇരിക്കണം. ഇത് മാക്സിമം ഫാസ്റ്റായിട്ട് തീർക്കാൻ നോക്കണം. ആൻഡ് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആവാറായി ഹാഫ് ഇയർലി SA1-ൻ്റെ. അപ്പോൾ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. ഇങ്ങനെ പോകുന്ന ഇവിടുത്തെ കാര്യങ്ങൾ. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രീവിയസ് സ്റ്റുഡൻസ് നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. ബൈ ഗൈസ്, സീ യു. ലൈഫ് ഇസ് സാഡ്.